പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആഗസ്റ്റ് 5-ാം തീയതി ബുധനാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. അങ്ങയുടെ മക്കള് കൊതികോടുകൂടി ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൂടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്നുണ്ട്. പലരുടെ കയ്യിലും പല രേഖകളും പേനയും ഡോക്യുമെൻറ്റും പരീക്ഷയും പാസ്പോർട്ടും വിസയും വിമാന ടിക്കറ്റും കർത്താവെ കുറേ സർട്ടിഫിക്കറ്റുമായിട്ട് ആൾക്കാർ മുട്ടനിൽക്കുന്ന നിശ്ചയം അവരെ അതെല്ലാം രേഖകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ആരെ ഇന്ന് കാണാൻ പോകുന്നു, ആരോട് സംസാരിക്കാൻ പോകുന്നതോ, ഏത് തുറക്കാത്ത വാതിലും കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പരിശുദ്ധയുടെ മാധ്യസ്ഥത തുറന്നു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവേദനെ, എവിടുന്നെങ്കിലും നിനക്ക് ചെറിയൊരു തടസ്സം വന്നാൽ നീ പതറരുത്.
കാര്യം എന്താണ്? ഞാൻ നിന്നെ ആശീർവദിച്ച് ദൈവനാമത്തെ വിടുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് നിനക്ക് ശരിയാക്കി തരും. നീ ഒരിക്കലും നിരാശനായി പിന്തിരിയുകയും ചെയ്യരുത്. ഇത് നിനക്ക് എപ്പോഴും കർത്താവിൻ്റെ തുണയായി വരണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ദൈവം ഐസയുടെ നാവിലും തൊട്ട് ജെറമിയയുടെ നാവിലും തൊട്ട്, പക്ഷെ ഉദ്ദേശം രണ്ട് തരത്തിലാണ് അവതരിപ്പിക്കുക എന്നുള്ളത്. ആ ഉദ്ദേശം എന്തായിരുന്നു? നമുക്ക് ആ ഉദ്ദേശത്തിനോട് നീതി പുലർത്താൻ കഴിഞ്ഞാൽ നമുക്കും ഐസയെ പോലെ വിശുദ്ധീകരിക്കപ്പെടാൻ കഴിയുമെന്നുള്ള ഒരു സൂചന ബൈബിളിലുണ്ട്. ഏഷ്യ 6:5 ഞാൻ പറഞ്ഞു എനിക്ക് ദുരിതം. അവർ വലിയ മഹാകാഴ്ച കാണും, ദൈവം സ്വർഗത്തിൻ്റെ കാഴ്ച കാണും. അപ്പോൾ ഇയാളുടെ ഫസ്റ്റ് റെസ്പോൺസാണ് എന്താണ്? എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. ഞാൻ എന്താണ് ഈ കാണുന്നത്? ഇത് കാണാനുള്ള യോഗ്യത എനിക്കുണ്ടാ, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അതരങ്ങളുള്ളവൻ. ഞാൻ ഏതെങ്കിലും കാണാനുള്ള യോഗ്യതയുള്ള ആളല്ല. ഞാൻ അശുദ്ധമായ അതരങ്ങളാ. വാവിളിച്ച തോന്നിയ ദിവസം പറയാന്നേ പറയണേ. അശുദ്ധമായ അതരങ്ങളുള്ളവരുടെ മധ്യേ ഞാൻ കൂടെ കഴിയണവന്മാർക്ക് എല്ലാം ഒരു തരം തരികയുടെ പാർട്ടിയാണെന്നാണ് പറയണത്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ, സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിൽ ഒന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് സ്പർശിച്ചു. ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു. നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവ് നമുക്ക് അനുതാപം ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ വിശുദ്ധീകരിക്കും. കുമ്പസാരത്തിലൂടെയാണ് കർത്താവ് അത് കൈമാറുന്നതിന് വേണ്ടിയുള്ള സംവിധാനം, അതിൻ്റെ മെക്കാനിസം ഉണ്ടാക്കിയിരിക്കുന്നത്. കാര്യം കർത്താവ് കുറ്റം വിധിക്കാത്തവൻ ഭാഗ്യവാൻ. റോമ 4:8 കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ. അതായത് ഭയങ്കര രസമാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് സോഷ്യൽ മീഡിയയിലുണ്ടല്ലോ, ഇപ്പോൾ ആൾക്കാരെ കുറേ സാധനം ഇടുന്നുണ്ടല്ലോ. ഉറിയായും ദാവീദും കൂടി കർത്താവിന് പിതാവായ ദൈവത്തിനടുത്ത് നിൽക്കുകയാണ്. ഇതൊരു AI ഡിസ്കോഴ്സാണ്, AI നിർമ്മിതമാണ്. അപ്പോൾ ഉറിയ പിതാവായ ദൈവത്തോട് പറയും, ഇവൻ എൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റി എന്നെ കളഞ്ഞിട്ട് കൊന്നെന്ന് പറയും. AI ആണ് പറയണത്. AI കൊണ്ട് പറയിപ്പിക്കുക. നല്ല രസമാണ് ആദ്യത്തെ. അപ്പോൾ ഉറിയ പിതാവായ ദൈവത്തോട് പറയും, ഈ ദാവീദ് എൻ്റെ ഭാര്യയെ അടിച്ചു മാറ്റാൻ വേണ്ടി എന്നെ യുദ്ധകളത്തിലേക്ക് പറഞ്ഞിട്ട് എന്നെ കൊന്നെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയും, ഞാനിവനെ കൊല്ലാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൻ യുദ്ധത്തിൽ മരിച്ചു എന്നുള്ള ഓക്കെയാണ്. പക്ഷെ അവനോട് ഞാൻ പറഞ്ഞതാണ്, നീ യുദ്ധത്തിൽ പോകേണ്ടത് ഞാൻ അവനോട് പറഞ്ഞതാണ്. എന്താ അവനെ കേട്ടില്ല. ദാവീദ് തലവീരണ കണ്ട എങ്ങനെ രസമാണ് അത്. ഞാനിവനോട് പറഞ്ഞതാണ്, നീ യുദ്ധത്തിൽ പോകരുത്, നീ വീട്ടിൽ പോകാൻ പറഞ്ഞാണ് അവനോട്. അവൻ കേട്ടില്ല. അവൻ തന്നെത്താൻ പോയതാണ്, അവൻ ചത്തതെന്ന് പറഞ്ഞ് ദാവീദ് ദൈവത്തോട് പറയും. ദൈവം പറയും, ദാവീദ് എൻ്റെ മനസ്സിന് ഇണങ്ങിയവനാണ്. അവിടെയാണ് വിഷയം പറയുന്നത്. ദാവീദിൻ്റെ മനസ്സിന് ഇണങ്ങിയവനാണ്. അപ്പോൾ അത്രേ ദൈവത്തോട് പറയുള്ളൂ. എഡിറ്റഡാണ് സംഭവം. എന്തുകൊണ്ടാണ്? ദാവീദ് ദൈവത്തിന് പ്രിയങ്കരനാണ്. ദാവീദ് പല പല അനുഭവത്തിലൂടെ ദൈവത്തിന് പ്രിയങ്കരനായി. ഇപ്പോൾ മോസസ് മനസ്സിനിണങ്ങിയ ആളല്ലേ, അതുപോലെ ദാവീദും ദൈവത്തിന് മനസ്സിനിണങ്ങിയ ആളാണ്. അപ്പം ദൈവത്തിന് പ്രിയങ്കരനായി. യേശയ്യാ 43:4 നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനും ആയതുകൊണ്ട് പ്രിയങ്കരനായിരിക്കാനാണ്. അതാണ് ഈ മനസ്സിനിണങ്ങിയ ആളെന്ന് പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22 ജെസ്സയുടെ പുത്രനായ ദാവീദ് എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രിയങ്കരൻ എന്ന് പറയുന്നത്. ഐസയ 43:6 പ്രിയങ്കരൻ എന്ന് പറഞ്ഞില്ല. നമ്മൾ എല്ലാ വാക്കും എടുത്തായിരുന്നു. അത് നീ എനിക്ക് ബഹുമാന്യൻ എന്താണെന്ന് കണ്ടെടുത്ത്, പിന്നെ എന്താ വിലപ്പെട്ടവനെടുത്ത്, ഇപ്പോൾ പറഞ്ഞാൽ എന്താണ് പ്രിയങ്കരൻ. പ്രിയങ്കരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാവീദിൻ്റെ കയ്യിൽ നിന്ന് പല അബദ്ധങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ദൈവം പക്ഷേ റൈറ്റ് ഓഫ് ചെയ്ത്, ദൈവത്തിന് പണ്ട് മുതലുള്ള റൈറ്റ് ഓഫ് ചെയ്യണം.
ഈ മനുഷ്യകുലം മൊത്തം പാപം ചെയ്തിട്ടും യേശുക്രിസ്തു നൽകി റൈറ്റ് ഓഫ് ചെയ്തത് മനുഷ്യൻ ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയത് കൊണ്ടാണ്. അതാണ് ഈ സെൻറ്റ് പോൾ പറയണത്, കർത്താവ് കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ ഉറിയായ്ക്ക് എങ്ങനെ ദാവീദിനെ കുറ്റം പറയാൻ പറ്റും? കാര്യം ദാവീദ് ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയ ആളാണ്. അപ്പോൾ എൻ്റെ ദൈവം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാപത്തെ അല്ല ഇങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ടത് ദൈവത്തിന് പ്രിയങ്കരനാകാൻ നോക്കണം, ദൈവത്തിന് മനസ്സിന് ഇണങ്ങിയാകാൻ നോക്കണം. ദാവീദ് എങ്ങനെ മനസ്സിന് ഇണങ്ങിയ? ഗോലിയാത്ത് വന്നപ്പോഴേ എല്ലാവരും ലീവെടുത്ത് പോയത് ഞാൻ പണ്ട് പറയുമായിരുന്നില്ല. ലീവെടുത്ത് പോയ പട്ടാളക്കാരെല്ലാം അവരുടെ വൈഫുമാർ വിട്ടില്ല, പിടിച്ചു വെച്ച്. അയ്യോ നിങ്ങൾ പോലെ ആ മനുഷ്യൻ രാക്ഷസനാണ്, എനിക്ക് എൻ്റെ ഭർത്താവ് ഒന്നേ ഉള്ളൂ, അയാൾക്ക് സാവുളിന് കുറേ പട്ടാളക്കാരുണ്ട്, എനിക്ക് നിങ്ങളൊരു ഭർത്താവേ ഉള്ളൂ, പോകാൻ പറ്റത്തില്ല, അത് ഞാൻ ചത്തുകളെന്നൊക്കെ പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ളമാർ ഇവരെയൊക്കെ എല്ലാം ഭർത്താക്കന്മാരെ പിടിച്ച് അകത്ത് വെച്ച് ഈ വീട്ടിലിട്ട് പൂട്ടിക്കളഞ്ഞു. അപ്പോഴാണ് ജെസ്സിയുടെ മകൻ ദാവീദ് പയ്യൻസ് കുറേ അപ്പവും കൊണ്ട് ജെസ്സിയുടെ മൂത്ത മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. ഇവരെ കണ്ടപ്പോൾ തന്നെ ജെസ്സിയുടെ മൂത്ത മകൻ ഈ ദാവീദിനെ ചാടി വീണ്, നിന്നെന്ത് അറിയാൻ വന്നിരിക്കണത്, എന്ത് കാഴ്ച കാണാൻ വന്നിരിക്കണപ്പോൾ ഞാൻ ഓടിച്ചിട്ട് അവിടുന്ന് ഇവൻ്റെ കൺവെട്ടത്തു നിന്ന് മാറിയിട്ട് ദാവീദ് അപ്പുറത്ത് പോയി വേറെ ആൾക്കാരോട് ചോദിച്ചു, എന്നാ അവൻ പറയണമെന്ന് ചോദിച്ചു. ആര്? ഗോലിയാത്ത്. അപ്പം ഗോലിയാത്ത് പറയണത് ഇസ്രായേലിനെ അപ്പം പോലെ തിന്ന് തീർക്കുമെന്നാണ് പറയണത്. അപ്പം ദാവീദ് പറയേ, എൻ്റെ കർത്താവിൻ്റെ ഓഹരിയെ വെല്ലുവിളിക്കാൻ ഇവൻ ആരാണെന്ന് ചോദിക്കും. അപ്പം കർത്താവിനെക്കുറിച്ചുള്ള തീഷ്ണതയാണ് ഇവൻ്റെ പ്രശ്നം. അതുകൊണ്ടാണ് ഗോലിയാത്തിൻ്റെ അടുത്ത് ഇവൻ കവണിയും കല്ലും കൊണ്ട് വരുമ്പോൾ പറയും, നീ എന്നാടാ പട്ടിയെടുത്ത് വന്ന പോലെ വരുന്നത്? അപ്പോൾ ഗോലിയാത്ത് ചോദിക്കും. അപ്പോൾ ദാവീദ് പറയേ, നീ വാളും വടിയും കൊണ്ടാണ് വരണത്, എൻ്റെ വടിയും വളമൊന്നുമില്ല, പക്ഷെ ഞാൻ വന്നത് എൻ്റെ കർത്താവിൻ്റെ പേരിലാണ്. ഇതൊന്നും ഇത് കാരണം ദൈവത്തിന് മനസ്സിനിണങ്ങിപ്പോയി ദാവീദ് അതിൻ്റെ ആ മനസ്സിനിണങ്ങിയ ഒരവസ്ഥയെന്ന് തന്നെ ഇനി കളയാതിരിക്കാനാണ് പറയുന്നത്. കർത്താവേ, നിൻ്റെ മനസ്സിനിണങ്ങിയ ആളാണ് ഞാൻ, നിൻ്റെ സന്നിധി എന്നെ തള്ളിക്കളയരുതെന്നൊക്കെ പറയുമ്പോൾ തള്ളിക്കളയാതിരിക്കാൻ കാരണം ദൈവത്തിൻ്റെ ഈ മനസ്സിന് ഇണക്കമാണ് ശരിക്കും. പിന്നെ എന്താ ഞാൻ പറഞ്ഞു വരുന്നതെന്നറിയാവോ? അതായത് നീ എനിക്ക് പ്രിയങ്കരനാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം മനസ്സിന് ഇണങ്ങുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരാളാണ് നമ്മളെന്ന് ദൈവത്തിന് തോന്നിയ പിന്നെ കുറ്റവുമില്ല, ശിക്ഷയുമില്ല, പാപം ചെയ്യാൻ നമുക്ക് പറ്റത്തുമില്ല. അതാണ് വിഷയം. നമ്മുടെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പാപത്തെ ടാർഗറ്റ് ചെയ്തിട്ട് എണ്ണി വെക്കും. പാപത്തിൻ്റെ ആക്കം, പാപത്തിൻ്റെ തൂക്കം, അതിൻ്റെ എണ്ണം, അത് ചെയ്ത സമയം, ഇങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പം പഴയ മോറത്തോളൊക്കെ പഠിക്കുന്ന ആൾക്കാരും അത് ഇതുപോലുള്ള ആക്കത്തൂക്കങ്ങൾ, പാപത്തിൻ്റെ ആക്കത്തൂക്കങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കേണ്ടതെന്നല്ല, അത് കാലഹരണപ്പെട്ടിട്ടൊന്നുമല്ല ഞാൻ പറയണത്. ഞാൻ പറയുന്നതിൻ്റെ കാരണം ലക്ഷ്യം പാപത്തെ ഒഴിവാക്കുകയല്ല, ലക്ഷ്യം ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണം. അതൊരു പ്രൊവിഷനാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ പ്രിയങ്കരനാണ് വെച്ചാൽ മനസ്സിന് ഇണങ്ങിയവനാണ്. ദാവീദിനെപ്പോലും ദൈവത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന് വേണ്ടി ശ്വസിക്കുക, ദൈവത്തിന് വേണ്ടി ഭക്ഷിക്കുക, ദൈവത്തിന് വേണ്ടി യാത്ര ചെയ്യുക, ദൈവത്തിന് വേണ്ടി ഓരോ കാര്യം ചെയ്യുമ്പോൾ ദൈവം എപ്പോഴും ദൈവമാണ്. അപ്പോൾ ദൈവത്തിന് മനസ്സിലാകും ഇവൻ ആണ് എൻ്റെ പ്രിയപുത്രനെന്ന്. ദൈവത്തിന് ഏറ്റവും മനസ്സിലിണങ്ങിയ ആളാണ് യേശുക്രിസ്തു. അത് പറയുന്നൊരു ദൈവത്തിന് ഒരു പ്രശ്നമില്ലായിരുന്നു. ഒന്നല്ല, 2 പ്രാവശ്യം ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ നിങ്ങളെ സ്വീകരിക്കണം എന്നൊക്കെ പറയണത്. ദൈവത്തിന് പ്രിയങ്കരനായി കഴിഞ്ഞാൽ ദൈവം നമ്മളെ ഏറ്റുപറയുമെന്നുള്ളതാണ് ശരിക്കും കർത്താവിൻ്റെ ജ്ഞാനസ്ഥാനം നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.